ഹലോ മനുഷ്യന്മാരെ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ, നമ്മുടെ SSLC ഓണം എക്സാം ഓഗസ്റ്റ് 13 തുടങ്ങും. അപ്പം ഇനി ഒരു 20 ദിവസം കൂടെയൊക്കെ ഉള്ളൂ. 20 ദിവസം എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും നിസ്സാരമായി അങ്ങ് കടന്നു പോകും. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ പോർഷൻസും അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു സ്റ്റഡി ടൈം ടേബിൾ, അതായത് പറയുകയാണെങ്കിൽ ഈ ഒരു ദിവസത്തിനുള്ളിൽ നമ്മുടെ പോർഷൻസ്, നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു നമുക്ക് എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി പോർഷൻസ് പറയുകയാണെങ്കിൽ മാത്സിന് 5 ചാപ്റ്റർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ട്രിഗ്നോമെട്രിയുടെ അര പോർഷൻ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അത് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല പോർഷൻസ് ഒന്നും. എന്നാലും ഒരു ആവറേജ് വെച്ച് കഴിഞ്ഞ വർഷത്തെ ബേസിക്സിലൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ മലയാളം ഫസ്റ്റ് 3 യൂണിറ്റ്സും മലയാളം സെക്കൻഡ് 2 യൂണിറ്റും ഉണ്ട്. സോഷ്യൽ 3 ചാപ്റ്റർ ഹിസ്റ്ററി ആൻഡ് 3 ചാപ്റ്റർ ജോഗ്രഫിയാണ്. അതിന് കുറച്ച് നമ്പർ വേരിയേഷൻസ് ഉണ്ട്. അതായത് ജോഗ്രഫി എന്ന് പറയുന്നത് 1, 2, 4 ആണ് ചാപ്റ്റേഴ്സ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് 1, 2, 3 ആണ്. അപ്പം നമ്മൾ ജോഗ്രഫി 1, 2, 3 പഠിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ 3ാം ചാപ്റ്റർ എക്സാം ഇല്ല, 4ാമത്തെയാണ്. അപ്പം നമ്മൾ സൂക്ഷിക്കണം. അത് മാത്രമല്ല, പിന്നെ നമുക്കുള്ളത് ഫിസിക്സിന് 2.5 ചാപ്റ്റർ ആൻഡ് കെമിസ്ട്രി ഓൾസോ 2.5 ചാപ്റ്റേഴ്സ്. ബയോളജി എന്ന് പറഞ്ഞാൽ 2 ചാപ്റ്റർ ഉള്ളൂ. കാരണം 2ാം ചാപ്റ്റർ ഒരു ഇന്നതുണ്ട് പഠിക്കാനായിട്ട്, അതായത് ഒരു കിൻഡിലുണ്ട്. 2 ദിവസം ഇരുന്നാൽ പോലെ തീരത്തില്ല, അത്ര ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ചാപ്റ്ററാണ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെന്തെങ്കിലും പഠിച്ചേ പറ്റത്തുള്ളൂ, ഇനി നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ലല്ലോ. അതെ. അപ്പോൾ പിന്നെ ഹിന്ദി എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ഉണ്ടാവാനാണ് സാധ്യത. 2ാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്ററോ അല്ലെങ്കിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണോ അത് 2 യൂണിറ്റ് ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. കറക്റ്റായിട്ട് നമുക്ക് കുറച്ചെങ്കിലും സിലബസ് ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ എന്ന് പറയുമ്പം മിക്ക സ്കൂളുകളിലും ഇപ്പം മിഡ് ടേം എക്സാംസ് കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. എൻ്റെ അടുത്തൊക്കെ കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കണം. അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ മിഡ് ടേം എക്സാം കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും തന്നെയും ഫസ്റ്റ് എക്സാം ആയതുകൊണ്ടും അതിനൊക്കെ പഠിച്ചു കാണായിരിക്കും. അപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ എങ്കിലും അത് നമ്മൾ പഠിച്ചാണ്. എനിക്ക് ഏകദേശം മാത്സിന് 3 ചാപ്റ്റർ മിഡ് ടേം എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് പഠിച്ചുകൊണ്ട് തന്നെ നമുക്കിനി 2 ചാപ്റ്റർ അല്ലെങ്കിൽ 2.5 ചാപ്റ്ററാണ് മറ്റേതിന് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതില്ല, അല്ലെങ്കിൽ ആ ഒരു സമയത്തൊന്നും പഠിച്ചാൽ മതില്ല. നമുക്ക് ജസ്റ്റ് അറിയാവുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇനി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടും അങ്ങനെ പഠിക്കുകയാണെങ്കിൽ, അത് നമ്മൾ മിഡ് ടേം എക്സാമിന് വേണ്ടി പഠിച്ച പോർഷൻസ് ഇപ്പോൾ വീണ്ടും ഇരുന്ന് പഠിക്കാൻ നിങ്ങൾ നോക്കരുത്. കാരണം നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചതിനെ വീണ്ടും വായിക്കുക അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് അറിയാത്ത പോർഷൻസ് നമ്മളോട് നോക്കുന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാത്ത പോർഷൻസ്, അതായത് അല്ലാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ മിഡ് ടേം എക്സാമിന് ഡാറ്റ, ഓണം എക്സാമിന് വരാൻ പോകുന്ന പോർഷൻസ് നോക്കുക, അതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കാം. അതിനകത്ത് ഞാനിപ്പോൾ ഈ ഒരു ജൂലൈ ഈ മാസത്തിലെ ഫസ്റ്റ് വീക്ക്, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 വീക്കൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും, 3 or 4 വീക്സ് പഠിക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ സമയം കേട്ടോ ഇനിയിപ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3 വീക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ ഉള്ള പോർഷൻസ് എത്ര പഠിച്ച് തീർക്കണം എന്നൊക്കെ ഞാൻ ഇതിനകത്ത് എഴുതുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് മാത്രമല്ല, ഞാനൊരു അനലൈസിസ് ചെയ്തപ്പോൾ നിങ്ങൾ 4 ദിവസം കൊണ്ട് മാക്സിമം ഒരു 6 to 7 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാൻ നോക്കണം. ഓക്കെ. അതായത് ഇത് ഞാൻ ഇൻക്ലൂഡഡ് മിഡ് ടേം എക്സാമിൻ്റെ പോർഷൻസ്, അത് മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മിഡ് ടേം എക്സാം കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് മാത്രമല്ല. 4 ദിവസം കൊണ്ട് 7 ചാപ്റ്റേഴ്സ്. അപ്പോൾ ലൈക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഒരു 40+ ചാപ്റ്റേഴ്സോളം നമ്മുടെ ഓണം എക്സാമിന് ഉണ്ട്. അപ്പോൾ കുത്തിയിരുന്ന് പഠിച്ചാൽ നമുക്ക് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ചുള്ളത് കൊണ്ടും വളരെ കുറച്ചായത് കൊണ്ടും നമ്മൾ എന്തോ ചെയ്യണം. ഈ ഓണം എക്സാം എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു നമുക്ക് ഫുൾ SSLCയിലുള്ളവർ 30% അപ്പോൾ നമ്മൾ അത് ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ക്രിസ്മസ് എക്സാമിനാണെങ്കിൽ പോലും മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനൊക്കെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ നമ്മളിത് കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് കളയല്ലല്ലോ, നമ്മുടെ തലച്ചോറിനുള്ളിൽ തന്നെ വേണമല്ലോ ഇത്. അപ്പം അങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് വേണം, സൂക്ഷിച്ച് വെക്കണം. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ നല്ല കോൺഫിഡൻസ് ഒക്കെ വരികയാണെങ്കിൽ തന്നെയും നല്ലതായിരിക്കില്ലേ, അല്ലേ? ബാക്കിയുള്ള പരീക്ഷയ്ക്ക് അടിച്ച് പൊളിച്ച് എഴുതാനായിട്ട് നമുക്കിതൊരു ഇൻസ്പിറേഷൻ ആയില്ലേ പറ്റൂ. അതിനാണല്ലോ നമുക്ക് നല്ല മാർക്കൊക്കെ വേണ്ടി പാസ്സാവണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്, ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഇതുപോലെ തന്നെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇതൊരു ജസ്റ്റ് ഒരു മോഡലാക്കി എടുക്കാം. ലൈക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഇതിനധികം പോർഷൻസ് ഒക്കെ ഒരു ബേസിക് ഒരു അനലൈസിസ് കഴിഞ്ഞ വർഷം എടുത്തതും ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പറഞ്ഞതും അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ബേസിക് ഇത് മനസ്സിലാവും, ഇത്ര ചാപ്റ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റാക്കിയാലാണ് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കത് മുൻകൂട്ടി ഇത് പഠിച്ചു വയ്ക്കാനുള്ള സമയമുണ്ടല്ലോ. പിന്നെ കുറേ പേര് വിചാരിക്കും, 20 ദിവസമല്ലേ ഇപ്പോഴൊക്കെ തുടങ്ങും, വല്ല ആവശ്യമുണ്ട്, ഇപ്പോൾ മിഡ് ടേം എക്സാം കഴിയുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളൊരു തോട്ട് ഉണ്ടാകും ചിലരുടെ മനസ്സിൽ. എന്നാൽ ഞാൻ അവരോട് പറയാണ്, മക്കളെ എക്സാം കഴിഞ്ഞ് എല്ലാം പോയിട്ടുണ്ട്. നമ്മൾ തകർന്ന് തരിപ്പണമായിപ്പോൾ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഓണം എക്സാമൊക്കെ കഴിഞ്ഞ് അവധിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നെഞ്ചും കൂടെ അടിച്ചിവിടെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ച് വെച്ചെങ്കിലും ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ എല്ലാം ഫൈന് പോകും. ഞാൻ ട്യൂഷന് പോകുന്നില്ല, അതെനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഞാൻ ഓഫ്ലൈൻ ട്യൂഷന് പോകുന്നില്ല. ബട്ട് ഐ വാസ് ഇൻ ഓൺലൈൻ ട്യൂഷൻ എക്സ്ട്രാ ബാച്ച്, സൈലത്തിൻ്റെ എക്സ്ട്രാ ബാച്ചിലുണ്ട്. അതിലാണെങ്കിൽ എനിക്ക് ഒരുപാട് പെൻഡിങ് ക്ലാസ്സാണ് കിടക്കുന്നത്. എനിക്ക് ബാക്കിൽ ചപ്റ്റർ മാത്രമുണ്ട്. ഇതൊന്നും ഞാൻ കണ്ടുപിടുത്തില്ല. കാരണം സ്കൂൾ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്നത് 6 മണിക്കാണ്.
സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അത്രയും കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, അത് കാണാനുള്ള ഇത് ഓർക്കുന്ന പോലും ഞാനില്ല. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തെറ്റി കിടക്കുക, അതാണ് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ ഒരു റൊട്ടീനിൽ പോകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത്രയും പോർഷൻസ് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ടാണ്. അപ്പം പിന്നെ ബാക്കിയുള്ളവരെ പറ്റി ഞാൻ പറയേ വേണ്ടല്ലോ. അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്നവർക്ക് റിവിഷൻ ടൈമായിട്ടായിരിക്കും കുറേ പേരൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് മിഡ് ടേം എക്സാമിന് വന്ന പോർഷൻസ് ഒക്കെ അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ലാസ്റ്റ് പഠിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് അതിന് അറിയാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ നോക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ ട്രൈ ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ വർക്ക് ഔട്ട്. നമ്മളത് എന്തായാലും വർക്കൗട്ട് ആകും, അല്ലെ ആവണം, ആക്കിയെടുക്കണം. നമ്മൾ വേറെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് മറക്കണ്ടാവും. ഓക്കെ, അപ്പം ഒന്നിനും മറക്കണ്ട. അപ്പം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അത് മാത്രമല്ല, ഞാൻ എൻ്റെ സ്കൂളിലെ മിഡ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കയറി കാണണം. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കിപ്പം ഓണം എക്സാമിന് മുമ്പ് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നല്ലൊരു ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ എന്താ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ സജഷനൊക്കെ കമൻറ്റ് ചെയ്യാം. നമുക്ക് ബൈ, സീ യു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം.